മുട്ടുവേദനയും നടക്കാനും സ്റ്റെപ്പ് കയറാനും കഴിയാത്തതിനാൽ മുട്ട് മാറ്റിവെക്കൽ ഓപ്പറേഷന് വിധേയരാകേണ്ടി വരുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. പലർക്കും കാലിന് വളവും എക്സ്റേ എടുത്താൽ അസ്ഥി തേയ്മാനവും MRIയിൽ ലിഗമെന്റ് ടയറും തരുണാസ്ഥിയിൽ പൊട്ടലുകളും വിള്ളലുകളും ഒക്കെ കാണാം. യാത്രകൾക്ക് വാഹനങ്ങളെ ആശ്രയിക്കുന്ന ഈ കാലത്ത് കാലിൻ്റെ തേയ്മാനം കുറയുകയല്ലേ വേണ്ടത്? പകരം തേയ്മാനം കൂടാൻ കാരണം എന്താണ്? മുട്ടിലെ അസ്ഥികളുടെ അഗ്രഭാഗം മുറിച്ചു മാറ്റി മെറ്റലും പ്ലാസ്റ്റിക്കും കൊണ്ടുണ്ടാക്കിയ കൃത്രിമ മുട്ട് വെച്ച് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ചെയ്യുന്നത്. ഓപ്പറേഷനോടനുബന്ധിച്ചുള്ള മുറിവുണങ്ങുന്ന വരെയും ഫിസിയോതെറാപ്പി സമയത്തും വീണ്ടും നടന്നു തുടങ്ങുമ്പോഴും വേദന സഹിക്കേണ്ടി വരും. ഓപ്പറേഷൻ വിജയിക്കാതെ പാർശ്വഫലങ്ങൾ മൂലം വീൽ ചെയറിൽ ജീവിക്കേണ്ടി വരുന്നവരുമുണ്ട്. മരുന്നും ഓപ്പറേഷനും ഇല്ലാതെ തേയ്മാനം വന്ന് സന്ധികളെ എങ്ങനെ റിപ്പയർ ചെയ്യാനാകും? ഓസ്റ്റിയോ ആർത്രൈറ്റിസും സന്ധിവാതവും മൂലം അസ്വസ്ഥതകൾ അനുഭവിക്കേണ്ടി വരുന്നവർ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഓപ്പറേഷൻ ഒഴിവാക്കാൻ എന്ത് ചെയ്യും? മുട്ടുവേദന അല്ലെ മുട്ടിന് നീര് അല്ലെങ്കിൽ കൂടുതൽ ആർത്രൈറ്റിസ് വന്ന് കൂടിക്കഴിഞ്ഞിട്ട് നമ്മൾ മുട്ട് മാറ്റി വയ്ക്കൽ, അതിനൊക്കെ എങ്ങനെ നമുക്ക് പരിഹാരം കാണാമെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മളുടെ മുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൽ എന്താണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് നമ്മൾ മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. ബേസിക്കലി നമ്മളുടെ കാൽമുട്ട് മെയിനായിട്ട് 3 അസ്ഥികൾ കൂടിയ താഴേതുണ്ട്, മുകളിൽ നിന്നുള്ളത്, പിന്നെ നമ്മുടെ മുട്ടുചിരട്ട എന്ന് പറയുന്നത്, ഇവിടെ കൂടി 3 ബോണുകൾ കൂടുന്ന ഒരു ജോയിൻ്റാണ്. നമ്മുടെ ഭാരം താങ്ങാനായിട്ട് ഏറ്റവും കൂടുതൽ ഭാരം എല്ലായിടത്തും പാദത്തിനുമൊക്കെ ഭാരത്തിൻ്റെ ഇത് വരുന്നുണ്ട്. പക്ഷെ ഈ മുട്ടിൽ കൂടെ വേണം ഭാരം മെയിനായിട്ട് താങ്ങാനായിട്ട്. അപ്പം നമുക്ക് മുട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ നടക്കാനും അതുപോലെ ഇരിക്കുക എഴുന്നേൽക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾക്കും എല്ലാം ബുദ്ധിമുട്ട് വരുന്നുള്ളതാണ്. അപ്പം ഈ മുട്ടിൽ തന്നെ ഈ അസ്ഥികളിൽ തന്നെ അതിനൊരു ജോയിൻ്റാണ്, നീ ജോയിൻ്റ് എന്ന് പറയും. അപ്പം ഈ ജോയിൻറ്റിലാണ് ഈ 3 ഇതും വരുന്നത്. അപ്പം ഈ ജോയിൻറ്റിൻ്റെ നമ്മുടെ ഈ അസ്ഥികൾ ചേർന്നിരിക്കുന്ന ഭാഗത്ത് തരുണാസ്ഥി എന്നാണ് പറയുന്നത്. അപ്പം അതിനകത്ത് ലൂബ്രിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അതിന് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയും. ഈ സൈനോവിയൽ ഫ്ലൂയിഡ് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് നമ്മുടെ ജോയിൻറ്റിന് അത് ഒരു ക്യാവിറ്റി പോലെയാണ്. അപ്പം അതിനകത്ത് എപ്പോഴും ഫ്ലൂയിഡും ഉണ്ടാകും. ആ ഫ്ലൂയിഡ് ഉണ്ടാക്കാൻ അതിനെ കവർ ചെയ്ത് ഉള്ളിലൊരു മെംബ്രെയിൻ ഉണ്ട്, അതിനാണ് സൈനോവിയൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പം ആ സൈനോവിയൽ മെംബ്രെയിനിന് പ്രോബ്ലംസ് വരികയോ ഈ തരുണാസ്ഥിക്ക് പ്രശ്നങ്ങൾ വരികയോ ചെയ്യുമ്പോഴാണ്, അതിനോട് ഈ 2 ബോണുകളെയും കൂട്ടി കണക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ലിഗമെൻറ്റുകൾക്ക് ബുദ്ധിമുട്ട് വരികയൊക്കെ ചെയ്യുമ്പോഴാണ്, അസുഖം വരികയോ ചെയ്യുമ്പോഴാണ് നമുക്ക് മുട്ടിന് പ്രോബ്ലം വരുന്നത്. യൂഷ്വലി നമ്മൾ 2 തരം ആർത്രൈറ്റിസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഒന്ന് ഓസ്റ്റിയോ ആർത്രൈറ്റിസും ഒന്ന് റുമറ്റോയിഡ് ആർത്രൈറ്റിസും ആണ്. അപ്പോൾ ഏതിലാണെങ്കിലും നമുക്ക് വരുന്നത് മുട്ടുവേദനയായിരിക്കും, അതിൽ നീരായിട്ടായിരിക്കും നമ്മളതിനകത്ത് തുടങ്ങുന്നത്. ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസും റുമറ്റോയിഡ് ആർത്രൈറ്റിസും കൂടാതെ പിന്നെ സോറിയാസിസ് എന്ന് പറഞ്ഞാൽ സ്കിൻ ഡിസീസിൻ്റെ കൂടെ, സോറിയാസിസ് എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ ഒരു രോഗത്തിൻ്റെ കൂടെ വരുന്നൊരു ആർത്രൈറ്റിസ് ഉണ്ട്, അതിന് സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയും. പിന്നെ ചിലർക്ക് ഗൗട്ടി ആർത്രൈറ്റിസ്, യൂറിക് ആസിഡ് കൂടുന്നതുകൊണ്ട് വരുന്നത്. പക്ഷെ അത് വളരെ റെയറാണ്, മുട്ടിനെ അങ്ങനെ ബാധിക്കാറില്ല, കുറച്ചുകൂടി സ്മോൾ ജോയിൻസിനെയാണ് ബാധിക്കുന്നത്. പിന്നെ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസിൽ പെട്ട ലൂപ്പസ് ഡിസീസ് എന്ന് പറയും, ലൂപ്പസ് എരിത്തമെറ്റോസിസ് എന്നൊക്കെ പറയുന്നത്, അതൊരു ഓട്ടോഇമ്യൂൺ ഡിസീസാണ്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജോയിൻസിനും വരാം. ആക്ച്വലി ഇതെല്ലാം ഒരു ഓട്ടോഇമ്യൂൺ രോഗങ്ങളിലാണ് പെടുന്നത്. റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണെങ്കിലും സോറിയാസിസ് ആണെങ്കിലും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് അനുസരിച്ച് പറയുമ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസും ഈവൻ ഗൗട്ടും പോലും ഈ ലൂപ്പസ് ഒക്കെ പോലുള്ള ഒരു ഓട്ടോഇമ്യൂൺ വിഭാഗത്തിലാണ് പെടുന്നത്. അതായത് നമ്മളുടെ ജോയിൻറ്റിന് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ആക്രമിക്കുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നത്. ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിലാണെങ്കിൽ മെയിൻലി സംഭവിക്കുന്ന അതിൻ്റെ ഈ തരുണാസ്ഥിക്കാണ് കൂടുതൽ ഡാമേജ് വരുന്നത്. അത് തേയ്മാനം, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തേയ്മാനം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജോയിൻ്റ് 2 അസ്ഥികളും തമ്മിലുള്ള ഇട കുറഞ്ഞില്ലെന്നായി വരുന്ന പോലെ. അപ്പോൾ തീരെ കുറഞ്ഞു വരുമ്പോഴേക്കും തീരെ മൊബിലിറ്റി അല്ലെങ്കിൽ ആ വഴക്കം ഇല്ലാതെ വരികയാണ് ചെയ്യുന്നത്.
പിന്നെ അവിടുത്തെ ഇൻഫ്ലമേഷൻ കൊണ്ട് ചിലപ്പോൾ അതിനകത്തേക്ക് നീർക്കെട്ട് വരാം. ഇങ്ങനെ പല രീതിയിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാം. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലാണെങ്കിൽ അവിടെയും തരുണാസ്ഥിക്കും വരാം, പക്ഷെ കൂടുതലും ജോയിൻറ്റ് ഈ സൈനോവിയൽ മെംബ്രെയിനും ജോയിൻറ്റ് ക്യാപ്സ്യൂളിനും ലിഗമെൻസിനും ഒക്കെ ആയിരിക്കും. അപ്പം പലപ്പോഴും നമ്മൾ ഈ MRI ഒക്കെ എക്സ്റേയിലാണെങ്കിൽ ഇതിങ്ങനെ കുറഞ്ഞു വരുന്നല്ലോ, ഡിജനറേറ്റീവ് ചേഞ്ചസ് കാണിക്കും. MRIയിലാണെങ്കിൽ കാർട്ടിലേജിൽ വന്നിരിക്കുന്ന ഡാമേജും അതിൽ ബ്രേക്ക് വന്നിരിക്കുന്നതും അല്ലെങ്കിൽ ഫ്രാക്ചർ എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അതുകൂടാതെ ലിഗമെൻറ്റിൽ വന്നിരിക്കുന്ന ഡാമേജും കാണാറുണ്ട്. അപ്പം ശരിക്കും തുടക്കത്തിൽ ലിഗമെൻറ്റിന് ഡാമേജ് ആയിട്ടായിരിക്കും കാണുന്നത്. ചെറിയൊരു വീഴ്ചയോ അല്ലെങ്കിൽ ചെറിയ ഒന്ന് കളിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് ഇടറുകയൊക്കെ ചെയ്യുമ്പം വേദന വരും. പിന്നെ നമ്മൾ പോയി MRI നോക്കുമ്പം അവിടെ ലിഗമെൻറ്റിന് ടയർ ഉണ്ടെന്ന് പറയും. അത് ചിലപ്പം സർജറി, എൻഡോസ്കോപ്പിക്കായിട്ട് സർജറി ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസീസ് പ്രോഗ്രഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ്. ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ് ഈ ലിഗമെൻസിനെ വീക്കാക്കുന്നത്. അപ്പം അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് നമ്മൾ കറക്റ്റ് ചെയ്താൽ മാത്രമേ വീണ്ടും അത് പ്രോഗ്രസ് ചെയ്യാതിരിക്കുകയുള്ളൂ. അപ്പം മേജർ ആക്സിഡൻറ്റ് വന്നിട്ട് നമ്മൾ ജോയിൻറ്റിനകത്തേക്ക് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഈ എൻഡോസ്കോപ്പി, ആർത്രോസ്കോപ്പി എന്ന് പറയും, അത് വെച്ചിട്ട് നോക്കി അതിൻ്റെ ബ്ലഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളയുക. അതൊക്കെ അല്ലെങ്കിൽ ചിപ്പിംഗ് പോലെ ബോണിൻ്റെ അറ്റമെല്ലാം വന്നിട്ടുണ്ട് മാറ്റുന്നത് ബെനിഫിഷ്യലായിരിക്കും. അല്ലാതെ ഒരു ജനറലൈസ്ഡ് ഒരു വീക്ക്നെസ് ആണ് കാണുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോഴേക്കും വീണ്ടും അവിടെ ഒരു മുറിവ് ഉണ്ടാക്കുകയാണല്ലേ. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കൂടാനുള്ള സാധ്യതകളും വരും എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മളിങ്ങനെ ഈ മുട്ടിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് ടെസ്റ്റുകളിൽ നമ്മൾ എക്സ്റേ നോക്കാം, MRI നോക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും പ്രധാനം ബ്ലഡ് ടെസ്റ്റുകളാണ്. അപ്പോൾ ഇതിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണോ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണോ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് തന്നെ ബ്ലഡ് ടെസ്റ്റുകൾ നോക്കിയാണ്. ബ്ലഡ് ടെസ്റ്റിൽ ഒന്ന് ESR കൂടുതലായിരിക്കും, അത് രണ്ടിലും കൂടുതൽ വരാം. പിന്നെ ഈ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്, അതാണ് ESR, CRP. ഇത് പിന്നെ ഓട്ടോഇമ്മ്യൂൺ ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഈ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഏതിലാണേലും കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ESR ആണെങ്കിലും CRP ഒക്കെ ആണെങ്കിലും കൂടുതൽ കൂടുന്നത് മിക്കവാറും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലായിരിക്കും. അതുപോലെ തന്നെ വേറെ കുറേ പാരാമീറ്റേഴ്സും കൂടെ ഉണ്ട് ഓട്ടോഇമ്മ്യൂൺ ആക്ടിവിറ്റീസ് അറിയാൻ വേണ്ടിയിട്ട്. അതിൽ റുമറ്റോയ്ഡ് ഫാക്ടർ, CCP, പിന്നെ HLA-B27 എന്നൊക്കെ പറഞ്ഞ് അത് നമ്മുടെ ജനറ്റിക്കലി നമ്മൾ ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസിലേക്ക് പ്രത്യേകിച്ച് ആർത്രൈറ്റിസിന് പ്രിഡിസ്പോസ്ഡ് ആണോ എന്നറിയാൻ. പിന്നെ ANA, SLE പോലെയുള്ള ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്. അങ്ങനെ പല ഇമ്മ്യൂണോളജിക്കൽ ടെസ്റ്റുകളും ഉണ്ട്. ഓരോ ഇമ്മ്യൂണോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം മാർക്കേഴ്സ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓട്ടോഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് കൂടുതലുള്ളവർക്ക് നമ്മൾ ഈ റുമറ്റോയ്ഡ് അത് ഓപ്പറേഷൻ ചെയ്യാൻ പോയാലും ബെനിഫിറ്റ് കിട്ടില്ല എന്നല്ല, മാത്രമല്ല അത് കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ മുട്ടുമാറ്റുവെങ്കിലൊക്കെ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നതിന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പേഷ്യൻ്റാണ് കൂടുതലും ബെനിഫിറ്റ് കിട്ടാൻ സാധ്യത. പക്ഷേ വെരി റെയറായിട്ട് കംപ്ലീറ്റ് ഫിക്സ് ഒക്കെ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഇപ്പം നമുക്ക് നേരത്തെ ഡയഗ്നോസും ട്രീറ്റ്മെൻറ്റും ഒക്കെ പോസിബിൾ ആണല്ലോ. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണെങ്കിലും സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആണെങ്കിലും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെങ്കിലും ശരിക്കും നമുക്കത് വളരെ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, എന്ത് തരം ആൾക്കാരാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ളവർക്കാണ് ഈ രോഗങ്ങൾ പ്രത്യേകിച്ച് മുട്ടുവേദന പോലെയുള്ളത് വരാൻ സാധ്യത കൂടുതലാണെന്നാണ്. അത് ഏറ്റവും പ്രധാനം ഓവർ വെയ്റ്റ് ആണ്, ഒബേസിറ്റി. നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ ഭാരം താങ്ങേണ്ടി വരും അങ്ങനെ വരുമ്പോൾ. അപ്പോൾ അതായത് നമുക്ക് ഒരു 150 സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റുള്ള ഒരാൾക്കാണെങ്കിൽ ഐഡിയലി അറൗണ്ട് 40-45 kg ലേഡീസൊക്കെയാണേ പാടുള്ളൂ. പലപ്പോഴും അതിൽ 150 സെൻറ്റിമീറ്റർ ഉള്ള ആൾ ചിലപ്പോൾ 70 kg, 85 kg, 90 kg ഒക്കെ ആയിരിക്കും. അത്രയും വരുമ്പം അവർ ഓൾമോസ്റ്റ് 40-80 kg 150 സെൻറ്റിമീറ്റർ ഉള്ള ഒരാൾ ഐഡിയലി ഇരിക്കേണ്ടതിന് മാക്സിമം ആകാവുന്നത് 50 kg ആണ്. അതിൽ നിന്ന് 30 കിലോയും കൂടി കൂടുതൽ കണ്ടിന്യൂസ് നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുക എന്ന് നടക്കണം.
അപ്പോൾ അത് വരുത്തുന്ന ഇമ്പാക്റ്റാണ് ഈ കാലിൻ്റെ തരുണാസ്ഥിയൊക്കെ പ്രസ് ചെയ്ത് അതിൻ്റെ ബ്ലഡ് സർക്കുലേഷനെയൊക്കെ എഫക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ലേഡീസിനും ഓസ്റ്റിയോആർത്രൈറ്റിസ് വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. കാരണം ഈ പ്രഗ്നൻസി ടൈമിൽ ഇവർ വെയിറ്റ് കൂടുതൽ, അപ്പം ശരിക്കും പ്രഗ്നൻസിയിൽ നമ്മളൊരു 7 to 10 kg കൂടുതൽ വരും. അപ്പോൾ യൂഷ്വലി പക്ഷെ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രഗ്നൻസി സമയത്ത് നമ്മൾ ഒരു 7 to 10 kg കൊച്ചിൻ്റെ വെയിറ്റും അതിൻ്റെതായിട്ടുള്ളത് വരും. പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ നോർമൽ വെയിറ്റിലേക്ക് പോകണം. പക്ഷെ അത് പലരും പോകാതെ വീണ്ടും ബ്രസ്റ്റ് ഫീഡിങ് ടൈമിലേക്കും വീണ്ടും വെയിറ്റ് കൂടും. പിന്നെ ഓരോ പ്രഗ്നൻസിയിലും വെയിറ്റ് കൂടും. അവസാനം ഒത്തിരി ഓവർ വെയിറ്റ് വരുന്നതുകൊണ്ടും കൂടെ ഈ പ്രോബ്ലംസ് വരുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കാലിലേക്കുള്ള, ഇപ്പം കാലിനും കൂടി എന്തെങ്കിലും ഈ ഫ്ലാറ്റ് ഫുട്ട് പോലെയുള്ള മറ്റേ ആംഗിളിനും നമ്മളുടെ പാദത്തിലെ ജോയിൻറ്റുകൾക്കും കൂടെ പ്രശ്നമുണ്ടെങ്കിൽ അത് നമ്മുടെ മുട്ടിനെയും കൂടെ ബാധിക്കും. അപ്പം ആക്ച്വലി കാലിൻ്റെ എല്ലാം കൂടെയാണ്. അപ്പം മുട്ടിന് പ്രശ്നമുണ്ടെങ്കിൽ അത് ഉപ്പൂറ്റിയും ബാധിക്കാം, അവർ പാദത്തെയും ബാധിക്കാം. അപ്പം അങ്ങനെ ഇത് ഓരോ ഭാരം താങ്ങുന്ന എല്ലാവരും കൂടെയാണല്ലോ. അപ്പം അതിൻ്റെതായിട്ടുള്ള വ്യത്യാസവും കൂടെ വരും എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ റൂട്ട് കോസ് സാധാരണ നമ്മളിതിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് ഒബേസിറ്റിയും ഇതൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പം അതിൽ മിക്കവാറും പക്ഷേ നമ്മളെപ്പോഴും പറയാനൊരു ഹിസ്റ്ററി ഉണ്ടാവും, ഒന്ന് വീണു അതിന് ശേഷമാണ് എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ വീഴ്ചേനേക്കാളും വീഴ്ച ചിലപ്പോൾ ചെറിയൊരു ഇത് വരുമ്പം ഒരു ഇൻഫ്ലമേറ്ററി അവിടെ എന്തെങ്കിലും ഒരു ചതവൊക്കെ വന്നു കഴിയുമ്പം ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റി പിന്നെ അത് കൺട്രോൾ ഇല്ലാതെ അതങ്ങ് കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ പലപ്പോഴും ഇത് അറ്റാച്ച്ഡ് ആയിട്ട് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻസ്, മിക്കവാറും പലർക്കും വൈറ്റമിൻ ഡി കുറവായിരിക്കും, അതുപോലെ ബി കോംപ്ലക്സ് കുറവായിരിക്കും, ഹോമോസിസ്റ്റിൻ കൂടുതലായിരിക്കും. പിന്നെ പലതരം അലർജീസ് ഉണ്ടാവും ഈ പേഷ്യൻസിന്. ഈ നമ്മളുടെ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തന്നെ എന്താണ് നമ്മളുടെ സ്വന്തം അല്ലാത്തത് ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലേക്ക് പോകുന്നത്. അതിൽ ചിലപ്പോൾ ചില ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ബോഡിക്ക് പറ്റാത്തതായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ നിലയിൽ ഒത്തിരി കളറും പ്രിസർവേറ്റീവ്സും ഉള്ള ഫുഡും എല്ലാം കൂടെ വരുന്നുണ്ട്. അപ്പം അതിനൊപ്പം തന്നെ ഈ ഓവർ വെയ്റ്റും പിന്നെ വേറൊരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവ് കാരണം മസിൽ വീക്കായി പോകുന്നു. അപ്പം മസിലാണ് നമ്മളുടെ ജോയിൻറ്റിനെ പിടിച്ചു നിർത്തുന്നത്. മസിലിൻ്റെ സ്ട്രെങ്തും ടെൻസൈൽ സ്ട്രെങ്ത് എന്നൊക്കെ പറയും. അതുപോലെ ജോയിൻറ്റിൻ്റെയും ലിഗമെൻസിൻ്റെയും. അപ്പം അത് വീക്കാവുന്നു. അത് വീക്കാവുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതുകൊണ്ട്. പിന്നെ വൺസ് വേദനയൊക്കെ വന്നു തുടങ്ങുമ്പോഴേക്കും തീരെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല എന്നാണ്. അപ്പം ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞു വരുന്നതനുസരിച്ച് നമ്മളുടെ വീക്ക്നെസ് കൂടും. അതുപോലെ തന്നെ വെയിറ്റും കൂടിക്കൊണ്ടിരിക്കും. ക്ഷീണം ഇതൊക്കെ ഉള്ളപ്പം ഭക്ഷണം കൂടുതൽ കഴിക്കും, ആക്ടിവിറ്റി കുറയും. അപ്പം വെയിറ്റ് പതുക്കെ അസുഖം തുടങ്ങുന്നതോടുകൂടി വെയിറ്റും കൂടിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് മസിലും ലിഗമെൻറ്റും ബോണും എല്ലാം വീക്കായിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഈ മുട്ടുവേദന വന്നാൽ എന്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. ബേസിക്കലി മുട്ടുവേദന വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ പെയിൻ കില്ലേഴ്സാണ്. അപ്പോൾ എന്തെങ്കിലും ജോയിൻ്റ് ഒന്ന് മുട്ടിടിച്ചു അല്ലെങ്കിൽ വീണു അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഈ നീര് കുറയാനും വേദന കുറയാനും ആയിട്ടുള്ള കോക്സ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും. ആ ടൈപ്പ് ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ NSAID എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകളാണ് യൂഷ്വലി ഉപയോഗിക്കുക. പിന്നെ അതിൻ്റെ തന്നെ ഓയിൻമെൻറ്റ് ഇതൊക്കെയാണ് നമ്മൾ യൂഷ്വലി ഇത് ചെയ്യാവുന്നത്. പിന്നെ നമ്മൾ നീരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈവൻ ഉപ്പുവെള്ളം വെച്ച് ഹോട്ട് ഫോമെൻറ്റേഷൻ ചെയ്യുന്നതും ഒക്കെ വളരെ എഫക്റ്റീവ് ആയിരിക്കും. വേദനയുള്ള സമയത്ത് നമ്മൾ മുട്ടിന് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതും കൂടെയാണ്. പിന്നെ കൂടുതൽ ഓവർ വെയിറ്റ് ഒക്കെ ഉള്ളവർ നമ്മൾ എക്സസൈസ് എന്നുള്ള നിലയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം വീണ്ടും വേദന കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കിടന്നുകൊണ്ടൊക്കെയുള്ള അല്ലെങ്കിൽ ഫ്ലോർ ടൈപ്പ് എക്സസൈസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. നടക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നടക്കുക അല്ലെങ്കിൽ വെയിറ്റ് ബെയറിങ്, വെയിറ്റ് കൂടുതലുള്ളവർ പ്രത്യേകിച്ച് അത് ഒഴിവാക്കാനും കൂടെ നോക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ന്യൂട്രീഷണൽ പല വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ കുറവുണ്ടാകും. പലപ്പോഴും ഇവരെല്ലാം ഓവർ വെയിറ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ പല ന്യൂട്രീഷനും പ്രത്യേകിച്ച് ഈവൻ പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും എല്ലാം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഈ എസെൻഷ്യൽ ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള കാലറി കുറഞ്ഞ ഫുഡാണ് പ്രത്യേകിച്ച് ഓവർ വെയിറ്റും കൂടെ ഉള്ളവർ ഫുഡായിട്ട് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഈ പെയിൻ കില്ലേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് ദിവസത്തേക്കൊക്കെ ആകാം. പക്ഷെ കൂടുതൽ ദിവസത്തേക്ക് പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഹാർട്ടിനെയും ഈ പെയിൻ കില്ലേഴ്സ് എല്ലാം
ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്. അപ്പം ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ ഹാർട്ടിനെയും ബ്രെയിനിനെയും എല്ലാം ഇത് എഫക്റ്റ് ചെയ്യും. അതായത് നമ്മുടെ ചില മെറ്റബോളിക് പ്രോസസ്സുകളെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഈ വേദന കുറയ്ക്കുകയും നീര് കുറയ്ക്കുകയും ചെയ്യുന്നത്. അപ്പം ഈ കാലിലെ മെറ്റബോളിക് പ്രോസസ്സിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യാനായിട്ട് ചെയ്യുമ്പം പക്ഷേ ചിലപ്പോൾ അത് ഹാർട്ടിനെ നെഗറ്റീവായിട്ട് വരും. ആസ്മയുള്ളവർക്ക് ചിലപ്പോൾ ആസ്മ കൂടാൻ സാധ്യത വരും. ഈവൻ സൈക്യാട്രിക് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് സൈക്യാട്രിക് ഡിസീസിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഇറിറ്റബിലിറ്റിയും അല്ലെങ്കിൽ ആങ്സൈറ്റിയും ഡിപ്രഷൻ, അങ്ങനെ പല രീതിയിൽ ഇതെല്ലാം ഈ മരുന്നുകളെല്ലാം ഇൻട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ വരാം. അപ്പം ഒരു ഷോർട്ട് ടൈം 1 or 2 weeks ഒരു പേരിൽ വന്നു അതെടുക്കാം. പക്ഷേ നമ്മളിങ്ങനെ വർഷങ്ങളോളം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരം കോംപ്ലിക്കേഷൻസും വരാം. അതുകൊണ്ട് തന്നെ ഈ കോക്സ് ബാധിപ്പെട്ട മരുന്നുകൾ പലതും തന്നെ ഈ ആർത്രൈറ്റിസിന് ഉണ്ടാക്കിയിട്ട് ഇതിന് 1 or 2 years മാർക്കറ്റിൽ നിന്ന് തന്നെ വിത്ഡ്രോ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ടെന്നുള്ളതാണ്. അപ്പം സാധാരണ ഡോക്ടേഴ്സ് പെയിനിന് മരുന്ന് കൊടുക്കും, അത് കഴിഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാൻ പറയും. പലപ്പോഴും പലർക്കും വെയിറ്റ് കുറയലും നടക്കാതെ വരും. പിന്നെയും പതുക്കെ മിക്കവാറും ഈ ഇത്തരം ആർത്രൈറ്റിസ് പേഷ്യൻസ് എല്ലാവരും തന്നെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും മറ്റു രോഗങ്ങളും കൂടെ ഉള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് ഈ മരുന്നുകളുടെ എല്ലാ ഇടയിൽ ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം പതുക്കെ ഇൻസുലിനും മറ്റു ഡയബറ്റിക് മെഡിസിൻസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെയും വെയിറ്റ് കൂടിക്കൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് പിന്നെ ഈ നീ റീപ്ലേസ്മെൻറ്റ്. അതിന് ബേസിക്കലി ഈ തുടക്കത്തിലൊക്കെ പലപ്പോഴും എൻഡോസ്കോപ്പിക് സർജറി പറയും, അത് കഴിഞ്ഞിട്ട് റിപ്പയർ എന്നൊക്കെ പറയും. പക്ഷെ കൂടുതലായി കഴിയുമ്പോൾ നീ റീപ്ലേസ്മെൻറ്റ് ഓപ്പറേഷൻ എന്നാണ് പറയുന്നത്. ഈ അതിൽ തന്നെ നീ റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലായിടത്തും ചെയ്യുന്ന ഒരുപോലെ ആവണമെന്നില്ല. അപ്പം നമ്മൾ അതിൽ പാർഷ്യൽ നീ റീപ്ലേസ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ ഏതൊക്കെ പാർട്ടാണ് മാറ്റി വെക്കുന്നത് എന്നുള്ളതനുസരിച്ചിരിക്കും. അതുപോലെ ഫുള്ളായിട്ടുള്ളതുണ്ട്. ഇതെല്ലാം ബേസിക്കലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ താഴത്തെ ബോൺ, അതിന് ടിബിയ എന്ന് പറയും, മുകളിലത്തെ ബോൺ ഫീമർ എന്ന് പറയും. അതിൻ്റെ എഡ്ജിലാണല്ലോ ഈ നമ്മുടെ തരുണാസ്ഥി അല്ലെങ്കിൽ കാർട്ടിലേജ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ ബോൺ വളരുന്നത്. ബോണിൻ്റെ വളർച്ച ആ തരുണാസ്ഥിയിൽ നിന്നാണ്. അതായത് എപ്പോഴും നമ്മളുടെ കുട്ടികൾക്ക് മാത്രമല്ല, കുട്ടികളാകുമ്പോൾ ഹൈറ്റും വെക്കാനുള്ളതും കൂടെ വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ എഡ്ജിൽ നിന്ന് വേണം എപ്പോഴും പുതിയ സെൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ പാർട്ടിനെയാണ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ മോളും താഴവും കട്ട് ചെയ്ത് അതിന് പകരം നമ്മൾ പ്ലാസ്റ്റിക്കും, യൂഷ്വലി മെറ്റലും പ്ലാസ്റ്റിക്കും കൂടെ ഒരു കോമ്പിനേഷനാണ് ലിഗമെന്റ്സ് ഒക്കെ താഴെ വെക്കുന്നത്. സ്പെഷ്യൽ സ്റ്റീൽ അലോയി ആയിരിക്കും. പിന്നെ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് പ്ലാസ്റ്റിക് ആയിരിക്കും ലിഗമെന്റ്സ് ആയിട്ടുള്ളത്, കാരണം അതിന് ഇച്ചിരി സ്ട്രെച്ചബിലിറ്റി ഒക്കെ വേണമല്ലോ. അപ്പം ഇങ്ങനത്തെ ഒരു ജോയിൻറ്റിൻ്റെ ഇടയിൽ ഇത് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് ബേസിക്കലി. അപ്പം ഈ അങ്ങനെ വരുമ്പം അതിൻ്റെ സൈഡ് ഇഫക്ട്സ് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അനസ്തീസിയയുടെ ഉണ്ട്. യൂഷ്വലി അനസ്തീസിയ 2 തരത്തിലും ചെയ്യാം. ഇപ്പോൾ ഒക്കെ ലോക്കൽ അനസ്തീസിയയിൽ ചെയ്യുന്നുണ്ട്, കാലിന് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു റീജിയണൽ ബ്ലോക്ക് അനസ്തീസിയ പോലെ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. ഓർ ജനറൽ അനസ്തീസിയയിൽ ചെയ്യാം, ഇല്ലെങ്കിൽ സ്പൈനൽ അനസ്തീസിയയിൽ ചെയ്യാം. പലതരം അനസ്തീസിയയിൽ യൂസ് ചെയ്യാൻ പറ്റും. അത് ഓരോ ഡോക്ടേഴ്സിൻ്റെയും അനസ്തറ്റിസ്റ്റിൻ്റെയും പ്രിഫറൻസ് അനുസരിച്ചായിരിക്കും അനസ്തീസിയ ഏതാണെന്നുള്ളത്. അപ്പം നമ്മുടെ സൈഡ് ഇഫക്ട്സ് കൂടുതലും വരുന്ന യൂഷ്വലി ലോക്കൽ അനസ്തീസിയയിലാണ് അനസ്തറ്റിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സൈഡ് ഇഫക്ട്സ് വരാം. പക്ഷേ അത് ജനറൽ അനസ്തീസിയയിലാണ് കൂടുതൽ വരുന്നത്. യൂഷ്വലി റീജിയണൽ ബ്ലോക്കിനൊന്നും അത്രയധികം കോംപ്ലിക്കേഷൻസ് വരാൻ അനസ്തീസിയെ സംബന്ധിച്ച് ചാൻസസ് കുറവാണ്. പക്ഷേ ഓപ്പറേഷൻ ഇതൊരു മേജർ ജോയിൻറ്റും കൂടെ മൊത്തം ഓപ്പൺ ചെയ്യാനുള്ള ഇൻഫെക്ഷൻസ് വരാം, അതാണ്. പിന്നെ ഇതിനകത്ത് ഈ സർജറിയിൽ വരാവുന്ന പലതരം കോംപ്ലിക്കേഷൻസുകളുണ്ട് ഇതിൽ. അതൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത്. പിന്നെ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ പെയിനാണ്. പെയിന് നമ്മൾ ഈ ഓപ്പറേഷൻ്റെ പെയിൻ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് നടന്ന് തുടങ്ങുമ്പോൾ പിന്നെയും നമ്മളൊരു കൊച്ചിലെ മുതൽ നടക്കുന്നത് പോലെ പിടിച്ച് നടന്ന് പഠിക്കേണ്ട വരും. ഒരു റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഒരു 3 to 6 months വേണ്ടി വരും. അപ്പം മറ്റുള്ള ഹെൽത്തും കൂടെ ഒക്കെ ഉള്ളവരാണെങ്കിൽ അതൊന്നും ഓവർകം ചെയ്തെടുക്കാൻ ഒരു 3 to 6 months എടുക്കും. ആ സമയത്തൊക്കെ റീസണബിൾ പെയിനും വെയിറ്റ് ബെയറിങ്ങിനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. പിന്നെ പെർമനൻ്റ്ലി വരുന്നതും മൂവ്മെൻറ്റ് വളരെയധികം റെസ്ട്രിക്റ്റഡ് ആവും. അതായത് നമുക്ക് ഫുള്ളി നമ്മളുടെ കാല് മടക്കാനും നവർക്കാനും അല്ലെങ്കിൽ ഇരിക്കുക, എഴുന്നേക്കുക, അപ്പോൾ ഇരുന്ന് ഫ്ലോറിലിരുന്ന് എഴുന്നേക്കുക, അങ്ങനെയുള്ള പല മൂവ്മെൻറ്റ്സ് ഫുൾ ഫ്ലെക്സിബിലിറ്റി പോകും. അതൊരു പെർമനൻ്റ്ലി തന്നെ. അതായത് ആദ്യം കുറേയൊക്കെ മൂവ്മെൻറ്റ്സും പെയിനും ഒക്കെ കുറഞ്ഞു വന്നു കഴിഞ്ഞാലും പിന്നെ പലർക്കും സ്റ്റെപ്പ് കയറാനും പലപ്പോഴും പറ്റില്ല. കാരണം ആ മൂവ്മെൻറ്റ്
മടക്കിയാലല്ലേ സ്റ്റെപ്പ് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ, അതായത് ലെവൽ ഗ്രൗണ്ടിലുള്ള നടപ്പ് മാത്രമേ പറ്റുള്ളൂ, സ്റ്റെപ്പ് കയറാൻ പറ്റാതെ വരും. അതുകൂടെ നമ്മൾ മനസ്സിൽ വയ്ക്കണം. പലർക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർ പോയി സർജറി ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം എല്ലാവർക്കും ഒക്കെ ഇൻഷുറൻസും ഉണ്ട്, എന്നാൽ പിന്നെ വേദനയാണ്, ഇൻഷുറൻസ് ഉണ്ട് എന്നാൽ ചെയ്തുകൂടെ എന്നുള്ളത്. പക്ഷെ നമ്മൾ പല റിസ്കുകളും എടുത്തുകൊണ്ടാണ് ഈ ഓപ്പറേഷൻസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർക്കണം. അതും പലപ്പോഴും പലതരം കോംപ്ലിക്കേഷൻസിലേക്കും പോകാം. ചിലർക്ക് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡയബറ്റീസും അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും. അപ്പം ഈ ഓപ്പറേഷൻ്റെയും അനസ്തീസിയയുടെയും എല്ലാം കോംപ്ലിക്കേഷൻസും ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് അനസ്തീസിയ കോംപ്ലിക്കേഷനും പോസ്റ്റ് ഓപ്പറേഷൻ കോംപ്ലിക്കേഷനും പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻഫെക്ഷനും എല്ലാത്തിനും ചാൻസ് കൂടുതലാണ്. റെയറായിട്ടാണേലും പലരും വീൽ ചെയർ ബൗണ്ടായി പോകുന്നു. ഇതിൻ്റെ സൈഡ് ഇഫക്റ്റും കോംപ്ലിക്കേഷനും കാരണം അവർ അതിൽ നിന്ന് വന്ന ഇൻഫെക്ഷനും ഒക്കെ കാരണം അങ്ങനെ ഉണ്ടെന്ന് ഓർക്കണം. അതുകൊണ്ട് നമ്മൾ കഴിയുന്നത് നമ്മളുടെ ജോയിൻറ്റ് ഡാമേജ് ആകാതെ നോക്കും, ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് റിപ്പയർ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ഫ്രീ ആണല്ലോ ഇൻഷുറൻസ്, എന്നാൽ രണ്ടും പുതിയ മുട്ട് കിട്ടുമല്ലോ, ഇപ്പോൾ നമ്മളൊരു പുതിയ കാറ് മേടിക്കുന്ന പോലെയോ അങ്ങനെയല്ല എന്ന് ഓർക്കണം. നമ്മളുടെ ജോയിൻറ്റ് നമ്മളുടേതാണെങ്കിൽ നമുക്ക് എപ്പോഴും റിപ്പയർ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടാകും. പക്ഷെ സ്റ്റീലും പ്ലാസ്റ്റിക്കിലും ഒന്നും റിപ്പയർ ചെയ്യാൻ പറ്റില്ല, അതിനും ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി ഉണ്ട്. പിന്നെ നമ്മളിതെല്ലാം ഒരു ഫോറിൻ ബോഡിയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഫോറിൻ ബോഡി റിയാക്ഷൻ എത്രയാണേലും വരും. അതിലൊരു സിമെൻറ്റ് പോലെയുള്ള, അതിനും പറയുന്ന സിമെൻ്റ് എന്നാണ്, നമ്മൾ വീട് പണിയുന്ന സിമെൻറ്റ് ആ ടൈപ്പല്ല, യൂഷ്വലി അല്ലാത്ത ഇത്. ഈ മെറ്റലും പ്ലാസ്റ്റിക്കും തമ്മിൽ ജോയിൻ മെറ്റൽ ഈ ജോയിൻറ്റിനെ നമ്മളുടെ ബോണുമായിട്ട് കണക്ട് വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സിമെൻറ്റ് പോലെയുള്ള, സിമെൻ്റ് എന്ന് പറയുന്നത് മറ്റേ ഓർത്തോപെഡിക് സിമെൻറ്റ് പോലെയുള്ള ഇട്ടിട്ടാണ് വെക്കുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ ലൂസാകാൻ തുടങ്ങും. കാരണം ഇതൊന്നും നാച്ചുറൽ അല്ല, നമ്മുടെ ബോഡി അതൊക്കെ റിജക്റ്റ് ചെയ്യും. എപ്പോഴും ഫോറിൻ സാധനങ്ങൾ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പം അത് കാരണം തന്നെ അതിലേറ്റവും എലർജിക് ആയിട്ടുള്ള, അതായത് അങ്ങനെ റിജക്ഷൻ ഏറ്റവും കുറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ വെച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ പോസിബിൾ ആകുന്നത്. പക്ഷെ എന്നാലും അതൊന്നും ഫുള്ളി സഫിഷ്യൻ്റ് ആവില്ല. അതുകൊണ്ടാണ് ഈ റിജക്ഷനും പലർക്കും വരാം. അപ്പം ചിലർക്കത് കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് നേരത്തെ തന്നെ അതിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി കുറഞ്ഞു പോയിരിക്കും. പക്ഷെ പലർക്കും ഒരു 15-20 ഇയേഴ്സ് ഒക്കെ കിട്ടാറുണ്ട്. അത് കഴിയുമ്പോഴേക്കും ആർക്കാണെങ്കിലും അതിൻ്റെതായ പ്രശ്നങ്ങൾ വരും. അപ്പം അതുകൊണ്ട് തന്നെ അതും കൂടെ മനസ്സിലാക്കി മാത്രമേ നമ്മൾ ഈ ഓപ്പറേഷനെ കുറിച്ച് ഡിസൈഡ് ചെയ്യാറുള്ളൂ. നെക്സ്റ്റ്, എന്താണ് ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി നമ്മൾ ഈ മുട്ട് മാറ്റി വയ്ക്കലിലേക്കൊന്നും നമ്മൾ പോകുന്നത് പെട്ടെന്നൊന്നും അല്ല. ഒരു ഗ്രാജുവൽ ഡെവലപ്മെൻ്റ് ആണ് വരുന്നത്. ആദ്യം ചെറിയ മുട്ടുവേദന ഉണ്ടാവും, പിന്നെ കൂടി വന്നിട്ടാണ് നമ്മൾ വെയിറ്റ് കൂടുന്നത് നമുക്ക് തന്നെ കാണാം. അപ്പം വെയിറ്റ് കൂടുതലുണ്ട്, മുട്ടുവേദന വന്നു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സ്വയം വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ മസിൽ കുറയും. ഈ ഓവർ വെയിറ്റും കുടവയറും ഒക്കെ വരുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊഴുപ്പ് കൂടും, ബോഡിയിലെ ഫാറ്റിൻ്റെ അളവ് കൂടും. അതേ സമയത്ത് നമ്മളെ ആക്ടിവിറ്റീസ് കുറയുന്നതോടുകൂടി മസിലും ബോണും വീക്കാവും. അപ്പോൾ നമ്മൾ ഈവൻ എവിടെയെങ്കിലും ഒക്കെ വീണാലൊന്ന് ഒടിയാനും ഒക്കെയുള്ള സാധ്യതകൾ ഇത് കൂടി വരിക. അപ്പോൾ അവിടെ വരെ എത്തിക്കാതെ നമ്മൾ നേരത്തെ തന്നെ ഫുഡിൽ കൺട്രോൾ ചെയ്ത്, ഫുഡിൽ നമ്മൾ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ കാലറിയാണ് കുറയ്ക്കേണ്ടത്. കാലറി എന്ന് പറയുമ്പോൾ നമ്മൾ കൊഴുപ്പും അന്നജവും, അരി, ഗോതമ്പ്, മധുരം, ബേക്കറി ഐറ്റംസ് ഇങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ കുറയ്ക്കേണ്ടത്. പിന്നെ എന്താ നമുക്ക് കഴിക്കാവുന്നതെന്ന് ചോദിച്ചാൽ, ഓവർ വെയിറ്റ് ഉള്ളവർ കഴിക്കേണ്ടത് മെയിൻലി നമ്മുടെ ന്യൂട്രിഷൻ റിച്ച് എന്നുള്ളത് ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ ഇതൊക്കെയാണ്. അതുപോലെ തന്നെ നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിൽ ഫിഷ്, മീറ്റ് പോലെയുള്ളതും അത് മോഡറേറ്റ് ആയിട്ട് അത്യാവശ്യത്തിന് മാത്രം എടുത്ത് ശരിക്കും കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ആഴ്ചയിൽ 1 കിലോ വെച്ച് ഈസി ആയിട്ട് കുറയ്ക്കാൻ പറ്റും. കുറച്ച് വേദനയുള്ളവർ ഒന്നെങ്കിൽ സ്വിമ്മിങ് പോലെയുള്ള എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ കിടന്നുകൊണ്ട് ചെയ്യാവുന്ന എക്സസൈസ് ചെയ്യാം. വേദനയും വെച്ച് നമ്മൾ ഒത്തിരി ഓടുക, ചാടുക, ട്രെഡ്മില്ല് വർക്ക് ചെയ്യുക, റണ്ണിങ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ചെറിയ തുടക്കത്തിലുള്ള ചെറിയ ഓവർ വെയിറ്റും ചെറിയ വേദനയൊക്കെ ഉള്ളവർക്ക് അതൊക്കെ ആകും. പക്ഷെ കൂടുതൽ ഇതിലേക്ക് പോയിട്ടുണ്ടോ, നല്ല ഓവർ വെയിറ്റും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഒഴിവാക്കി, പ്രത്യേകിച്ച് നമുക്ക് തന്നെ നടക്കും പറയാം 2 ദിവസം കഴിയുമ്പോഴേക്കും വേദന തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം നമുക്ക് പറ്റിയ എക്സസൈസ് അല്ല എന്നുള്ളത്. എന്നിട്ട് അങ്ങനെ നമ്മൾ സെൽഫായിട്ട് ന്യൂട്രിഷൻ റിച്ച് ആയിട്ടുള്ളതും കാലറിയും കുറവുള്ളതായിട്ടുള്ള കാർബോഹൈഡ്രേറ്റും ഫാറ്റും കുറഞ്ഞ് ഫുഡ് എടുക്കുക, കഴിക്കുക, എക്സസൈസ് ചെയ്യുക. ഇതാണ് മാത്രമേ ഉള്ളൂ നമുക്ക് മാർഗം. എക്സസൈസ് ചെയ്യുമ്പോൾ
ഒന്ന് നമ്മൾ ഫാറ്റ് കുറയും, രണ്ടാമതായിട്ട് മസിലും ബോണും സ്ട്രെങ്തൻ ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ഒരു കാര്യം കൂടെ ഇതിനകത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, പലരും ഉണ്ട് ഒരു ടെൻഡൻസി ഉണ്ട് ഈ നട്ട്സ് വെരി ഹെൽത്തി ആണല്ലോ എന്നുള്ളത് ഉദ്ദേശിച്ച് ഈ ബദാം, പിസ്റ്റ, കശുവണ്ടി, കപ്പലണ്ടി ഇങ്ങനത്തെയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കണം. നമ്മൾ ഇതൊക്കെ ഇൻഫ്ലമേറ്ററി രോഗങ്ങളാണ്. അതിനകത്ത് നമ്മളുടെ ഈ സാധാരണയുള്ള വെജിറ്റബിൾ ഓയിലിലെല്ലാം, പ്രത്യേകിച്ച് കോക്കനട്ട് ഓയിലും പിന്നെ ഒലിവ് ഓയിലും ഒലിവ് ഓയിലും കുറച്ചുണ്ട് ബാക്കിയുള്ളതെല്ലാം വെരി ഹൈ omega-6 ഉള്ള ഓയിലാണ്. അപ്പോൾ ഈ omega-6 കൂടുമ്പം ഇൻഫ്ലമേഷൻ കൂടും. അപ്പം നമ്മൾ നട്ട്സ്, ഈ സൺഫ്ലവർ ഓയിൽ, ഈ റൈസ് ബ്രാൻ ഓയിൽ, അങ്ങനത്തെ ഓയിലുകളൊക്കെ, പിന്നെ ഇപ്പം നമ്മൾ പലപ്പോഴും വെജിറ്റബിൾ ഓയിലിനെ കാണുള്ളൂ. അപ്പോൾ നമ്മളൊരു ബേക്കറിയിലൊക്കെ പോയി ഒരു ഫുഡ് മേടിച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രൈസ് ഒക്കെ കാണിക്കുമ്പോൾ അതിനകത്ത് വെജിറ്റബിൾ ഓയിൽ എന്നായിരിക്കും എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ എന്ന് പറയുമ്പോൾ എന്തിൻ്റെ ആകാം. അപ്പം ഈവൻ കോട്ടൺ സീഡ് ഓയിലും അങ്ങനെ പലതിൻ്റെയും വരും. അപ്പം നമ്മൾ അത് മനസ്സിലാക്കണം. അത്ര ഓയിലെല്ലാം omega-6 കൂടുതലാണ്, ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ വരും. ഇതെല്ലാം നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങളെല്ലാം ഇൻഫ്ലമേറ്ററി രോഗങ്ങളുടെ കൂട്ടത്തിലാണ് വരുന്നത്. ഡയബറ്റീസ് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും ഹാർട്ട് ഡിസീസ് ആണെങ്കിലും. അപ്പം അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ ഈ വെജിറ്റബിൾ ഓയിലിൻ്റെ അളവ് കുറയ്ക്കുക, ഓയിൽ മൊത്തത്തിൽ കുറയ്ക്കുക, നട്ട്സ് ഒഴിവാക്കുക. ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മലയാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തേങ്ങയും വെളിച്ചെണ്ണയാണല്ലോ. അത് വളരെ മോഡറേറ്റ് ആകുക. അത് കഴിച്ചോളാൻ പറഞ്ഞ് ഇഷ്ടം പോലെ കഴിച്ചാൽ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വീണ്ടും വെയിറ്റ് കൂടും. അല്ല, വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഏറ്റവും ഈ ഓയിലിൻ്റെയൊക്കെ അളവ് ഏറ്റവും മിനിമൈസ് ചെയ്യുക. ഇവൻ തേങ്ങയൊക്കെ ഇത് ഉപയോഗിക്കാതെ തന്നെ ഇരിക്കും. പക്ഷെ വൺസ് വെയിറ്റ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് തേങ്ങ, നമ്മൾ ഐഡിയൽ വെയിറ്റിലുള്ളവർക്ക് തേങ്ങ, വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഈവൻ ഗീ, ബട്ടർ, അതിലാണേലും ബട്ടർ പറഞ്ഞു കഴിഞ്ഞാലും ആർട്ടിഫിഷ്യൽ ബട്ടർ ആവരുത്. ഇപ്പം നമ്മൾ ഈ മറ്റേ ഡാൽഡ പോലെയുള്ള ഹൈഡ്രജനേറ്റഡ് ഫാറ്റ് വെച്ചാണ് പല ആർട്ടിഫിഷ്യൽ ബട്ടറും അവൈലബിൾ ആണ്. അതുകൊണ്ട് അതല്ലാന്നും കൂടെ നമ്മൾ ഉറപ്പിച്ച് നമ്മൾ ബട്ടറൊക്കെ പോലുള്ള യൂസ് ചെയ്താൽ, അതും ബട്ടറും തേങ്ങയും വെളിച്ചെണ്ണയും ഫ്രൈസും ഒക്കെ നോർമൽ വെയിറ്റ് ഉള്ളവർക്കേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ഓർക്കണം. ബാക്കിയുള്ളവർ അത് ഉപയോഗിക്കാതിരിക്കുക. ടിൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് നമ്മളൊരു നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് രോഗമുള്ളവരെ സംബന്ധിച്ച് നോർമൽ എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഈസി ഹൈറ്റ് -110. 170 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ 170 - 110 60 kg. അല്ലെങ്കിൽ 150 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഹൈറ്റ് 150 - 110 അറൗണ്ട് ഒരു 40 kg. അപ്പോൾ ആ നിലയിൽ നിർത്തുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉള്ളവരെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം പലപ്പോഴും ഇതിൻ്റെ കൂടെ മൾട്ടിപ്പിൾ രോഗങ്ങളും കൂടെ ഉണ്ടാവും. ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ മിക്കവാറും ഈ മുട്ടുമാറ്റി വയ്ക്കലൊക്കെ പറയുന്ന പേഷ്യൻസ് എല്ലാം തന്നെ ഡയബറ്റീസ് ഉണ്ടാകാം, അല്ലെ BP ഉണ്ടാകാം, കൊളസ്ട്രോൾ ഉണ്ടാകാം, യൂറിക് ആസിഡ് കൂടുതലായിരിക്കും, മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഇപ്പം നമ്മൾ സെൽഫായിട്ട് നോക്കണം. അതായത് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ, പ്രത്യേകിച്ചും ഡയബറ്റീസിന് വേണ്ടിയിട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പം ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ സെൽഫായിട്ട് നോക്കുമ്പോൾ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആവശ്യമായിട്ട് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ സന്ധിവാതവും മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകളുടെ എണ്ണവും കൂടി വരികയാണ്. മുട്ടിലെ അസ്ഥികളുടെ അഗ്രഭാഗം മുറിച്ചു മാറ്റി മെറ്റലും പ്ലാസ്റ്റിക്കും കൊണ്ടുണ്ടാക്കിയ കൃത്രിമ മുട്ട് വെച്ച് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിൽ ചെയ്യുന്നത്. ഓപ്പറേഷനോടനുബന്ധിച്ചുള്ള മുറിവ് ഉണങ്ങുന്നതുവരെയും ഫിസിയോതെറാപ്പി സമയത്തും വീണ്ടും നടന്നു തുടങ്ങുമ്പോഴും വേദന സഹിക്കേണ്ടി വരും. ഓപ്പറേഷൻ വിജയിക്കാതെ പാർശ്വബലങ്ങൾ മൂലം വീൽ ചെയറിൽ ജീവിക്കേണ്ടി വരുന്നവരുമുണ്ട്. ഓപ്പറേഷന് മുമ്പ് രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം എന്ത്, ഓപ്പറേഷൻ എന്താണ് ലക്ഷ്യമിടുന്നത്, അതിലെ അപകട സാധ്യതകളെയും പാർശ്വബലങ്ങളെയും എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇൻഷുറൻസ് പരിരക്ഷയുള്ളവരാണ് കൂടുതലും. ഓപ്പറേഷനായി പണം ചെലവാക്കേണ്ടി വരുന്നില്ല. അതിനാൽ ശസ്ത്രക്രിയകളെ വളരെ ലാഘവത്തോടെ കാണുന്ന രീതി കൂടി വരികയാണ്. അനസ്തീസിയ സംബന്ധമായും ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ വളരെ ചെറുതാണെങ്കിലും മരണത്തിന് പോലും ഉള്ള സാധ്യത ഉണ്ടാക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഓപ്പറേഷനായി നൽകുന്ന സമ്മതപത്രത്തിലും
മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാകും. ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക്, പ്രത്യേകിച്ചും അമിതവണ്ണവും പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും ഉള്ളവർക്ക് അനസ്തീഷ്യയുടെയും ശസ്ത്രക്രിയ സംബന്ധമായി ഉള്ള അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും കൂടുതലാണ് എന്നതും അറിയണം. ആർത്രൈറ്റിസ് തുടക്കത്തിലേ കണ്ടെത്തുകയും അമിതവണ്ണമുണ്ടെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുകയും മെറ്റബോളിസത്തിലെയും ഇമ്മ്യൂണിറ്റിയിലെയും അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാനും സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവ് കൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്ന് മോചനം നേടാനും സാധിക്കും. അടുത്തത് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ, 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS-ഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MD-യും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി എന്താണ് ക്ലിനിക്കൽ സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയും ആണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്നുറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടി വരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ഈ മുട്ട് പ്രോബ്ലംസ് ഉള്ളവർക്ക് ഈ ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് എന്ത് ബെനിഫിറ്റാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം എല്ലാ ടൈപ്പ് ആർത്രൈറ്റിസും നമ്മൾ കാണാറുണ്ട്. അതിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസുകാരാണ് കൂടുതലും മുട്ടുമാറ്റിവെക്കൽ വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഇതിൽ മിക്കവാറും
ഇങ്ങനെ മുട്ടിൻ്റെയൊക്കെ വളഞ്ഞു പോയിട്ടുണ്ടാവും. ഇങ്ങനെ സൈഡിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞതോ അല്ല ഇങ്ങനെ വളഞ്ഞതോ ഒക്കെ ആയിട്ടായിരിക്കും മുട്ടിരിക്കുന്നത്. പലരുടെയും മുട്ടിൻ്റെ നീളം തന്നെ കുറഞ്ഞിട്ടുണ്ടാവും. മുട്ടിൻ്റെ അല്ല, കാലിൻ്റെ തന്നെ നീളം കുറഞ്ഞിട്ടുണ്ടാവും. പലർക്കും അതിനോടുകൂടി മുട്ടുവേദനയും ഉപ്പൂറ്റി വേദനയും ഈ വിരലുകൾ പോലും സൈഡിലേക്ക് പോയിട്ടുണ്ടാകും. ഈ വിരലുകളൊക്കെ കൂടുതൽ സൈഡിലേക്ക് പോകുന്ന കണ്ടാൽ ഒരു ഡയറക്ഷനൊക്കെ തെറ്റുമ്പം അതിനകത്തൊരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് മാത്രമല്ല, അതിനകത്ത് റുമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ ഒരു ഫാക്ടറും കൂടെ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ നമ്മൾ യൂഷ്വലി പിന്നെ കാണുന്നത് ഈ സൊറിയാറ്റിക് ആർത്രൈറ്റിസ്, ആമവാതം അതുപോലെയുള്ളതും കാണാറുണ്ട്. നമ്മൾ ഏതാണെങ്കിലും മുട്ടുവേദനയുടെ കാരണം മുട്ടല്ലെങ്കിൽ മുട്ടിൻ്റെ സന്ധിവേദന പലതരമാണല്ലോ വരുന്നത്. അത് ഏതാണെങ്കിലും ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഒരേ രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. അതിന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണോ, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണോ, SLE ആണോ, യൂറിക് ആസിഡിൻ്റെ പ്രശ്നമാണോ, അല്ലെ സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആണോ എന്നുള്ളത് വിഷയമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിത് ബോഡിയെ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ബോഡിയെ കറക്റ്റ് ചെയ്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്ത് ഹോർമോൺ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രോഗം എന്താണ്, അല്ലെങ്കിൽ എത്ര രോഗം ഉണ്ടോ എന്നുള്ളതും ഇതിനകത്ത് വിഷയം വരുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ചിലപ്പം ഡയബറ്റീസ് ഉണ്ടാവും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, ഈ ആർത്രൈറ്റിസിൻ്റെ ഒപ്പം തന്നെ ഒബേസിറ്റി ഉണ്ടാവും. അത് മിക്കവാറും എല്ലാവരിലും ഒബേസിറ്റി ഇല്ലെങ്കിലും കുടവേറെങ്കിലും ഉണ്ടാവും. ഒത്തിരി വണ്ണം കൂടുതലില്ലെങ്കിലും ചിലരുണ്ട് ഒത്തിരി വണ്ണം ഇല്ലാത്തവരും അങ്ങനെ വരാം. വണ്ണം ഉണ്ടാവണം നിർബന്ധമല്ല. അത് പലപ്പോഴും അങ്ങനെയുള്ള ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ടോക്സിൻസ് വരുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് ഈ ആർത്രൈറ്റിസ് വരുന്നത്. അങ്ങനെയുള്ളവർക്കാണെങ്കിലും ഇത് നമ്മൾ ബെനിഫിഷ്യലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷൻ കൊടുക്കുക. രണ്ടാമത്, കറക്റ്റായിട്ടുള്ള ആക്ടിവിറ്റി കൊടുക്കുക. ഇതിപ്പോൾ ഓൾറെഡി ജോയിൻറ്റ് പ്രശ്നമാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഒത്തിരി എക്സസൈസ് ഒക്കെ ചെയ്യാൻ സാധാരണ നിലയിലുള്ള എക്സസൈസ് ഒന്നും പറ്റില്ല. നമ്മൾ സാധാരണ നടക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും പറയുന്ന എക്സസൈസ്, നടക്കുക എന്നുള്ള. ഇത് നടക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ സ്വിമ്മിങ് ഒക്കെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നുമുള്ള ശേഷി ഉണ്ടായാലും പിന്നെ സ്വിമ്മിങ് എല്ലാവർക്കും പറ്റുന്ന കാര്യമില്ലല്ലോ. പിന്നെ അത് സ്വിമ്മിങ് പൂളും ഇതൊന്നും അവൈലബിൾ ആവണമൊന്നുമില്ല. അത് മാത്രമല്ല ഇവർക്ക് അതിനൊന്നുമുള്ള ശേഷി ഉണ്ടാവില്ല. പിന്നെ അപ്പം ഒന്ന് ന്യൂട്രീഷൻ കറക്റ്റ് ചെയ്യുക, ആക്ടിവിറ്റിക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബെഡിൽ കിടന്ന് കഴിഞ്ഞ ഫ്ലോറിൽ കിടക്കണമെന്ന് പോലുമില്ല, ബെഡിൽ തന്നെ കിടന്ന് ചെയ്യാവുന്ന എക്സസൈസാണ് ഇതിനകത്ത് വരുന്നത്. കിടന്നോ ഇരുന്നോ ചെയ്യാവുന്ന എക്സസൈസ്. പിന്നെ ടോക്സിൻസ് ഒഴിവാക്കുക. പിന്നെ ബോഡിയിൽ മിക്കവാറും പേര് നമ്മൾ ആർത്രൈറ്റിസ് ഉള്ളവർക്ക് കാണുന്നുണ്ട് ഈ പലതരം ഹെവി മെറ്റൽസ്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പം ഇവിടെ മലയാളികളുടെ ഇടയിൽ നമ്മൾ കാണുന്ന ടിന്നിൻ്റെ അളവ് ഒത്തിരി കൂടുതൽ വരുന്നു. കാരണം നമ്മൾ പലപ്പോഴും ഈ പ്രോസസ്ഡ് ഫുഡും പലതും ടിന്നിൽ നമ്മൾ കാണുന്ന ടിന്നിലായിരിക്കില്ല, ഈ പാട്ടകളിലും വലിയ ഇതിലൊക്കെ ആയിരിക്കും വരുന്നത്. അതിൽ നിന്ന് വരുന്നതാണോ എന്ന് എന്തുകൊണ്ടാണെന്നറിയില്ല. ടിന്നെന്ന് പറഞ്ഞൊരു മെറ്റലിൻ്റെ അളവും ഒത്തിരി കൂടുതലായിട്ട് കാണുന്നു. റെയറായിട്ട് ആർസനിക് മറ്റേ പലതും വേറെ വരാറുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ കാണുന്നത് ടിന്നിൻ്റെ ഒരു ഇത് കൂടുതൽ വരുന്നു. പിന്നെ നമ്മളുടെ ബോഡിയിൽ ഈ നമ്മളുടെ എക്സസ് കൊഴുപ്പ് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ടോക്സിനാണ്. അതിൽ നിന്നാണ് നമ്മുടെ ഇൻഫ്ലമേഷൻ എല്ലാം വരുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ് കളയാനും അതുപോലെ ഇനി കഴിക്കുന്ന ഭക്ഷണത്തിലും വെള്ളത്തിൻ്റെയും എയറിൻ്റെയും കാര്യം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പം നമ്മൾ അവരുടെ ലോക്കലി അവൈലബിൾ ആയിരിക്കും. എയർ ക്വാളിറ്റിയും വാട്ടർ ക്വാളിറ്റിയും ഒന്നും നമുക്ക് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നമുക്ക് പറഞ്ഞു തരാനും ക്ലീൻ വെള്ളം കുടിക്കണമെന്ന് പറയാനേ പറ്റുള്ളൂ. പക്ഷെ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ പ്രത്യേകിച്ച് വെയിറ്റും കൂടെ കുറയ്ക്കേണ്ടി വരുന്നുണ്ട്. കുറച്ച് കാലറിയിൽ എല്ലാ ന്യൂട്രീഷനും ഉള്ള ഫുഡ് തന്നെ തരുമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ബോഡിക്ക് ചേർന്ന് ഏതാണെന്ന് കണ്ടുപിടിച്ച്, പ്രത്യേകിച്ച് അത് ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസും സൊറിയാറ്റിക് ആർത്രൈറ്റിസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നമുക്ക് പറ്റാത്ത ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെയിനിലേക്ക് ഇത് വരും. അപ്പം അങ്ങനെയുള്ളവർക്ക് പലപ്പോഴും ഗ്ലൂട്ടൻ ഫ്രീ, ഈ ഗോതമ്പ് മൈദാറവ ഒന്നും പറ്റാതെ വരും. പിന്നെ ചിലർക്ക് ഈവൻ റൈസ് പോലും പറ്റാത്തവർ കാണുന്നുണ്ട്. അപ്പം നമുക്ക് പറ്റിയ ഫുഡ് കഴിക്കുക, അതിനകത്ത് എല്ലാ ന്യൂട്രീഷനും കറക്റ്റായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് നമ്മൾ അതിനകത്ത് ചെയ്യുന്നത്. അതിലൂടെ നമ്മൾ ഈ കിടന്നുകൊണ്ടുള്ള എക്സസൈസും ഒക്കെ ചെയ്ത് നമ്മൾ ബോഡിയിൽ എക്സസ് ഉള്ള ഫാറ്റ് കുറച്ച് അതേസമയത്ത് മസിലും ബോണും ബിൽഡപ്പ് ചെയ്യണം. മസിലും ബോണും ബിൽഡപ്പ് ചെയ്യാൻ എക്സസൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. അപ്പം ഈ ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻറ്റിന് പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് ആയിരിക്കണം. അതാണ് ഇതിനകത്ത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എല്ലാത്തിലും നമ്മളിപ്പോൾ മോഡേൺ മെഡിസിൻ ആണ് അല്ലെങ്കിൽ എന്ത് ഒരു സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ കാര്യം ചെയ്യുമ്പം അതെല്ലാം എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റുകൾ നോക്കി നമ്മുടെ ബോഡിയെ ശരിക്കും ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊടുക്കണമെങ്കിൽ
അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ ബോഡിയെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ധാരണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും പേഷ്യൻസൊക്കെ അകലെ എന്നുള്ളവരൊക്കെ US അല്ലെങ്കിൽ UK ഇരുന്ന് എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കും. പക്ഷെ അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പേഷ്യൻറ്റിനെ വന്ന് കണ്ട് ടെസ്റ്റുകൾ ചെയ്യാതെ നമുക്ക് രോഗിയെ ക്ലിയറായിട്ട് മനസ്സിലാക്കാതെ നമുക്കിതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പം രോഗിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. പിന്നെ അതിൽ വരുന്ന ചേഞ്ചസും അറിയണം. അപ്പോൾ നമ്മൾ ഓരോ എന്തൊക്കെയാണ് ഇപ്പം ഇൻഫ്ലമേറ്ററി പാരാമീറ്റേഴ്സ് ഒക്കെ കൂടി നിൽക്കുന്നവർക്ക് അതൊക്കെ കുറഞ്ഞു വരുന്നുണ്ടോ എന്നറിയണം. അപ്പോൾ മിക്കവാറും ഈ പേഷ്യൻസൊക്കെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും എല്ലാം ഉണ്ടാവും. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ മരുന്നുകൾ തന്നെ ഒരു ടോക്സിനാണ്. അതും നമ്മൾ ഈ ഓട്ടോ ഇമ്യൂൺ പ്രോസസ്സൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. അപ്പം മരുന്ന് നിർത്തുക എന്നുള്ളതിനാണ് ഒന്നാമത്തെ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ എല്ലാ ഡയബറ്റിക് മെഡിസിൻസും ഫസ്റ്റ് ഡേ തന്നെ നിർത്തുക എന്നുള്ളതാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ നിർത്തിയിട്ട് അനങ്ങാതെ ഇരിക്കുക എന്നുള്ളതല്ല. അത് എത്ര ഷുഗർ എങ്ങനെയാണെങ്കിൽ പോയിക്കോട്ടെ എന്നല്ല. വീട്ടിലിരുന്ന് 4 times ഷുഗർ കൺട്രോൾ ആകുന്നോടം വരെ 4 times ഷുഗർ നോക്കണം. യൂഷ്വലി കറക്റ്റായിട്ട് നോക്കുന്ന പേഷ്യൻ്റാണ് ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻ്റ്. ഇതിന് 24 hours ഷുഗർ ഏകദേശം നോർമലിലേക്ക് എത്തിയിട്ടുണ്ടാകും. അവർ മരുന്ന് കഴിച്ചുകൊണ്ട് കിട്ടുന്നതിനേക്കാളും മച്ച് ബെറ്റർ കൺട്രോൾ വിതിൻ 24 hours എത്തിയിട്ടുണ്ടാകും. പിന്നെ BP ആണെങ്കിലും BP മരുന്ന് കുറച്ചുകൊണ്ട് വന്ന് BPക്കും കൊളസ്ട്രോളിനും ഈ മറ്റേ ഹാർട്ടിന് വേണ്ടിയിട്ട് ആസ്പിരിനും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. ഈ മരുന്നുകളെല്ലാം നമ്മൾ യൂഷ്വലി മിക്കവാറും എല്ലാ മരുന്നുകളും ഡയബറ്റീസിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ നിർത്താം. ബാക്കിയുള്ള മിക്കവാറും എല്ലാ മരുന്നുകളും വിതിൻ എ മന്ത് കുറച്ചുകൊണ്ടൊന്ന് നിർത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് അപ്പോഴേക്കും ഓവർ വെയിറ്റ് ഉള്ളവർക്കാണെങ്കിൽ ഫസ്റ്റ് മന്ത് കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 10% വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോഴേക്കും ആൾക്കാർ വളരെ ഫ്രീ ആവും എന്നുള്ളതാണ്. എക്സസൈസൊക്കെ ആദ്യം ഒന്ന് കിടക്കാനോ ഈവൻ തിരിഞ്ഞു കിടക്കാനോ കമന്ന് കിടക്കാനോ ഒന്നും പറ്റാത്ത ആൾക്കാർ പോലും വിതിൻ എ മന്ത് അവർക്ക് ഈവൻ ഒരു 2 weeks കഴിയുമ്പോഴേക്കും സ്റ്റെപ്പൊന്നും കയറാൻ പറ്റാതിരിക്കുന്നവർ പതുക്കെ സ്റ്റെപ്പ് കയറാനുള്ള ഒരു സ്റ്റേഷനിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഓരോരുത്തരുടെ അനുസരിച്ചാണ്. പിന്നെ അവർ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേഷ്യൻ്റ് എത്ര കറക്റ്റായിട്ട് പറയുന്നതനുസരിച്ച് ചെയ്യുന്നു. പിന്നെ അവരുടെ ബോഡിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്, പിന്നെ അതുപോലെ തന്നെ അവരുടെ ഏജ്. ഇപ്പോൾ ചെറുപ്പക്കാർക്കാണെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റ് റിസൾട്ട് ആയിരിക്കും, പ്രായമുള്ളവർക്കാണെങ്കിൽ അതനുസരിച്ചായിരിക്കും. പിന്നെ എല്ലാം അവരെത്ര കറക്റ്റായിട്ട് ചെയ്യുന്നു. പിന്നെ ഈ മുട്ടിനൊക്കെ ഇതുപോലുള്ള ഒരു റെസ്റ്റ്, അത് ഒത്തിരി നടക്കുക ഒത്തിരി നിൽക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും പറ്റില്ല. അവരുടെ ഹീലിംഗ് സമയത്ത് മുട്ടിന് നല്ല റെസ്റ്റ് കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഇതിലെ പ്രോബ്ലംസ് എന്താണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പേഷ്യൻറ്റിന് പറ്റണം, ജീവിതശൈലി കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റണം എന്നുള്ളതാണ്. അതിന് ഫുഡ് കൺട്രോൾ ചെയ്യാനും എക്സസൈസ് ചെയ്യാനും മടി, ഫുഡ് കൺട്രോൾ ചെയ്യാനും മടി, എക്സസൈസ് ചെയ്യാനും മടിയാണെങ്കിൽ ഇത് പറ്റില്ല. പിന്നെ ഉള്ളത് ഒരു ഫൈനാൻഷ്യൽ കൺസിഡറേഷനാണ്. നമ്മൾ വരുന്ന ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അല്ലേ, അപ്പോൾ അതിന് വലിയ അങ്ങനെയല്ല, ഇതിനും കുറച്ചൊരു കോസ്റ്റ് വരുന്നുണ്ട്. കാരണം സ്പെഷ്യൽ ഫുഡ് വേണം, എക്സസൈസ് വേണം, അത് മോണിറ്റർ ചെയ്യണം, അപ്പം അത് പഠിപ്പിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അതിനകത്തും കുറച്ച് ഫൈനാൻഷ്യൽ എക്സ്പെൻസസ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് കിട്ടുകയില്ല. അതാണ് യൂഷ്വലി ഇപ്പോഴത്തെ നമ്മളുടെ കണ്ടീഷനിൽ ജീവിതശൈലി കറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനീസ് പ്രൊവൈഡ് ചെയ്യാറില്ല. പക്ഷേ ചില കമ്പനീസിൻ്റെ എംപ്ലോയീസിന് കൊടുക്കുന്ന ഇതിലൊക്കെ കമ്പനീസും ഗവൺമെൻറ്റിലൊക്കെ ഉള്ളവർക്കൊക്കെ കുറേയൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ അല്ലാതെ നമ്മൾ ഒരു ഇൻഷുറൻസ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇത് എടുക്കാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ അതൊക്കെ മാറി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം 2 മുട്ട കൂടെ മാറ്റി വയ്ക്കണമെങ്കിൽ ഓരോ ഹോസ്പിറ്റലിൻ്റെ അനുസരിച്ചൊരു 4 to 7 lakhs വേണ്ടി വരും. അതുകൊണ്ട് മുട്ട് മാറ്റി വയ്ക്കാനല്ലേ പറ്റുള്ളൂ. അതിന് കൂടി ഒന്ന് ഒരു 15-20 years അല്ലേ ആ മുട്ടിന് കിട്ടുള്ളൂ. പക്ഷെ അതിലും എത്ര ബെറ്ററാണ്, അതിനൊപ്പം കൂടെയുള്ള ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒബേസിറ്റിയും എല്ലാം മാറി എല്ലാ മരുന്നുകളും കൂടെ മാറ്റാൻ പറ്റുകയാണ്. അപ്പം മറ്റതിന് വരുന്നതിനേക്കാളും മച്ച്, ഇപ്പം മുട്ടുമാറ്റിയൊക്കെ ശസ്ത്രക്രിയക്ക് വരുന്നതിനേക്കാളും മച്ച് ലോവർ കോസ്റ്റേ ഇതെല്ലാം കൂടെ. എക്സ്പെൻസ് ഉണ്ടെങ്കിൽ പോലും അതിനേക്കാളും ഒക്കെ മച്ച് ലോവർ കോസ്റ്റേ വരുന്നുള്ളൂ. മുട്ടുമാറ്റി വെച്ചാലും ആരുടെയും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒന്നും മാറില്ലല്ലോ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാറുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച്, ഇതെല്ലാം ജീവിതശൈലി രോഗമാണ്. അപ്പം ജീവിതശൈലി കറക്റ്റ് ചെയ്യുന്നതോടെ എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും അതിനനുസരിച്ചുള്ള ഒരു ആശ്വാസം കിട്ടും എന്നുള്ളതാണ്.
പിന്നെ പലപ്പോഴും നമ്മൾ കാണുമ്പം ഇത് വരാറുള്ള എല്ലാവരും എന്താണെന്ന് വെച്ചാൽ പെയിനൊക്കെ കുറഞ്ഞു നടക്കാറും ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറാനും എല്ലാ കാര്യത്തിലെത്തുമ്പം അവരുടെ വെയിറ്റ് പിന്നെയും കുറയാനുണ്ടാവും. ചിലപ്പോൾ ഒരു 70 കിലോ ഉള്ള ആൾ അവർ 50 ഐഡിയലെങ്കിൽ 60 ആകുമ്പോൾ തന്നെ അവർ സിംറ്റമാറ്റിക്കലി ഫ്രീ ആകും. ഈവൻ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും എല്ലാം മാറി ഇതുവരെയുള്ള മരുന്നും തീർന്നു ഫ്രീ ആകുന്നതോടെ പിന്നെ ബാക്കിയുള്ള എക്സസ് 10 കൂടെ കുറയ്ക്കണമെന്നുള്ളത് പറഞ്ഞാലും മടി വരും. കാരണം സോഷ്യൽ പ്രഷർ വരും. പലർക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരും നാട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ കാണുമ്പോൾ ക്ഷീണിച്ചു പോയി എന്ന് പറഞ്ഞു അവിടെ വന്ന് ഒരു ബ്ലോക്ക് ആകുന്നതും കാണാറുണ്ട്. അപ്പം ഈ ക്ലിനിക്കൽ സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കാൻ തീരുമാനിക്കുന്നവർ അങ്ങനെ ഈ മറ്റുള്ളവരുടെ കമൻറ്റുകളിൽ വീഴാതെ നോക്കാനും കൂടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് നമ്മളുടെ ഹെൽത്താണല്ലോ, ബാക്കിയുള്ളവർ എന്ത് പറയുന്നു നമുക്കറിയാലോ. ഒരു ഏറ്റവും ഫിറ്റായിട്ടുള്ള ആൾക്കാർ നമ്മളെപ്പോഴും ഐഡിയലായിട്ട് എടുക്കേണ്ടത് നമ്മുടെ ചുറ്റുമുള്ളവരെയല്ല, ഈ അത്ലറ്റിക് ആയിട്ടുള്ള നമ്മുടെ ഫുട്ബോൾ പ്ലേയേഴ്സും അല്ലെങ്കിൽ നമ്മുടെ മോഡൽസ് പോലെയുള്ള ആക്ടേഴ്സ് എല്ലാവരും അങ്ങനെയൊന്നും ഒബേസിറ്റിയും ആരും രോഗങ്ങളുമായിട്ട് നടക്കുന്നതല്ല. ഐഡിയൽ ഒരു മോഡൽ ആക്ടർ പോലെയൊക്കെയുള്ള അവരുടെയാണ് നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കേണ്ടത്. അല്ലാതെ പബ്ലിക് പറയുന്നതിനും ബാക്കിയുള്ളവർ പറയുന്നതിനും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഒരു ഹ്യൂമൻ ബോഡി എങ്ങനെയാണ് ഐഡിയലി ഇരിക്കേണ്ടത് ആ ഷേപ്പിലേക്ക് വരാനാണ് നമ്മൾ നോക്കുന്നത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരമൊരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാകും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോകളും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30 ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നതും നല്ലതാണ്. താങ്ക് യു.